കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടി കുറെ വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയുടെ ഒരു പുനഃസംഘടന വന്നപ്പോൾ 100% എല്ലാവർക്കും തൃപ്തിയുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നു. 100% തൃപ്തി. കോൺഗ്രസിലെ സ്ഥാനങ്ങൾ ആഗ്രഹിച്ച നിരവധി പേരുണ്ട്. 100% തൃപ്തിയുണ്ടെന്ന് കരുതുന്നു. എന്നാൽ അധികമായ തൃപ്തിയുമില്ല. നേരിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കുകയും ചെയ്യും. ഇതെന്താ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ. ഈ സാമുദായിക കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കാറുണ്ടോ ഭാരവാഹികൾ? എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കും. എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കും. അത് ഒരു കൂട്ടരും പ്രത്യേകിച്ച് അതൃപ്തി ഉണ്ടാക്കാൻ കാരണമായി അല്ലേ? ഒരാൾക്ക് വ്യക്തികളെ പൂർണ്ണ തൃപ്തരല്ലാത്തവരുണ്ട്. എനിക്കിപ്പോ കുറച്ചും കൂടെ ഉയർന്ന സ്ഥാനമാണ് എനിക്കറിയാം. ഞാൻ അതൃപ്തി. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ നല്ല കഠിന പരിശ്രമം നടത്തി, നല്ല ചർച്ചകൾ നടത്തി മെച്ചപ്പെട്ട ഒരു ടീമിനെയാണ് ഞങ്ങൾ നിയോഗിച്ചിട്ടുള്ളത്. പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റുമാര് വന്നപ്പോൾ തന്നെ UDF കൺവീനറും വന്നപ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. വർക്ക് ആ നിലയിൽ സജീവമായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് എന്തായിരുന്നു? മാധ്യമങ്ങൾ വേണ്ടത്ര പ്രചരണം കൊടുത്തില്ലെങ്കിലും ഞങ്ങളുടെ 25,000 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് വീടുകൾ സന്ദർശിച്ച് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുള്ള ഫണ്ട് ശേഖരണം നടത്തുകയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ഞങ്ങളുടെ ലഘുലേഖ വീടുകൾ സന്ദർശിച്ച് അവർക്ക് നൽകുകയും ചെയ്തതാണ് ഏറ്റവും വലിയ വർക്ക്. പിന്നെ എല്ലാ സമരങ്ങളും, ശബരിമല സമരം ഉൾപ്പെടെ എല്ലാ കാലിക പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസും UDFും ശക്തമായ സമരമുഖത്താണ്. കോഴിക്കോട്ടെ കോൺഗ്രസുകാർ വിശ്രമരഹിതമായിട്ട് ഈ പ്രദേശത്തെ ഭരണ സംവിധാനങ്ങളുടെ പീഡനങ്ങളെയും സഹിച്ച് മുന്നോട്ട് പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലെ കൃത്രിമങ്ങളും അന്യായവും സംബന്ധിച്ച പോരാട്ടങ്ങൾ, നിയമ പോരാട്ടവും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് ഏറ്റവും ഐക്യത്തിലാണ്, വളരെ സജീവമാണ്, സുസംഘടിതമാണ്, ശക്തമാണ്.